ഇതാണ് നമ്മുടെ ഓലി എന്ന് പറഞ്ഞിട്ടുള്ള മീൻ. നമ്മളെ വെണ്ണ പോലത്തെ കൊള്ളി കിടക്കുന്നുണ്ട്. നമ്മളെ ഉണ്ടകളൊക്കെ കത്തി മുറിച്ച് കൂട്ടായിരിക്കില്ലേ ജാതി ഗൗരവത്തിൽ. ഇനി ചീരയില്ലാണ്ട് വീട്ടിൽ ചെന്ന് അമ്മ എന്നെ തല്ലിയൂല്ല. ഇടിക്കൊള്ളിയാ എന്താ പറയാ ഇങ്ങനെ ചതച്ചേനെ? ഇടിക്കൊള്ളി എന്ന് പറയാ. നമ്മുടെ കൊള്ളി നട്ടിട്ടേ ഒരു 8 മാസം 8 മാസമായില്ലേ? 6 മാസമായില്ലോ. ഈ പറമ്പില് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി? 6 മാസം, ഒരു 180 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാലത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കൊള്ളിയിലെ കടയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി. അപ്പോൾ ഇത് കാലത്ത് പരിച്ചാട്ടാ. നല്ല പാകത്തുള്ള നല്ല വെണ്ണ പോലത്തെ കൊള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. സ്ഥലത്ത് പിടിച്ച ഭീകരന്മാരല്ല, കൊടും ഭീകരന്മാരല്ല. ഞാൻ പറയാറുണ്ട് കൊടും ഭീകരനാണ് എന്ന് പറഞ്ഞ പോലെ ഇല്ല. നല്ല വെണ്ണ പോലെ. ഭയങ്കരമായിട്ട് കനം കൂടിയാലേ അത് മുഴുവൻ മരമായിരിക്കും. അത് നോക്കിയേ വെട്ടിയെടുക്കാണ്ട് എന്തോരം അത് പോണേ. ഇത് വേറൊന്നല്ല. കത്തിയില്ലേ ഇവിടെ? കത്തിയില്ല. ഒരാണി പറക്കണ ഈ കൊള്ളി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വിളവെടുക്കാണ്. ഇതൊന്ന് പറിച്ചോട്ടെ, ഒരാണോടി പറിക്കാം അല്ലേ? ആവശ്യത്തിന് കടയിലുണ്ട് കേട്ടാ. നോക്കിയേ, ഇഷ്ടം പോലെ കടയിലുണ്ട്. ഞാൻ അത്ഭുതപ്പെടുന്നു. ഇതെടുക്കണം, അത് പിടിക്കണേ അങ്ങോട്ട് മതിയില്ലേ? ഇതും കൊണ്ട് എന്തിനാ അങ്ങോട്ട് പോണേ? പിന്നെ അത് വെട്ടിയിട്ട് പിന്നെ ആ തൂപ്പൊക്കെ കൊണ്ട് കളയാനായിട്ട് പിന്നെ അതും കൊണ്ട് ഇങ്ങോട്ട് വരണം. കുറച്ച് അരിക്ക് എത്ര ആവശ്യമില്ല കൊള്ളി? ആവശ്യമുള്ള എടുത്താൽ മതി. ഞാൻ കുറച്ച് ഉള്ളി പറിക്കണം. അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചില്ലേ, ശരോ നല്ല ഓലി മീൻ കിട്ടിയിട്ടുണ്ട്. ഓലി അത് നല്ല പീസുകളുണ്ട്. അത് മീൻ കൂട്ടാനും വെച്ച് കഴിഞ്ഞാൽ മീൻ കൂട്ടാൻ വേറെ രീതിയിലാണ് സ്ഥലത്ത് വയ്ക്കാൻ പോകുന്നത്. വെക്കാറുള്ള രീതി തന്നെയാണ്, വേറെ രീതി ഒന്നുമില്ല. കഴിഞ്ഞു ഇതെന്തോരം രീതിയിൽ വെക്കിയത്. വെട്ടോത്തി എടുക്കണ്ടായിരുന്നു ചേട്ടാ. കത്തിയാ വെട്ടോത്തി എന്തെങ്കിലും അല്ലേ? നിനക്ക് ഉള്ളി പറക്കില്ല, വേണ്ട. അതെ, ഇത്രയും കൊള്ളി മതി. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞങ്ങളിതിലൊക്കെ കയറി. ഇവിടെ നോക്കിയാൽ ചാർലിക്ക് ഒരു വിശ്രമ കേന്ദ്രം ഉറക്കിയിരിക്കാനല്ല, ഈ ധരിക്കണം. അത് കയറില്ല, നോക്കിയാൽ ഇങ്ങനെ നീട്ടി കെട്ടിയിട്ട് അമ്മ ചങ്ങല കണ്ട. ഈ ചങ്ങല ഇട്ടോണ്ട, ഈ ചങ്ങല ഓടി നടക്കും. എങ്ങോട്ട് വേണമെങ്കിലും ചാർലിക്ക് പോവാം. നമ്മുടെ ഇമ്രാൻ കണ്ട, ഇമ്രാൻ അങ്ങനെ ആക്കിയില്ല. ഇതാണ് നമ്മുടെ ഓലി എന്ന് പറഞ്ഞിട്ടുള്ള മീൻ. നല്ല നീളത്തിലുള്ള വണ്ടൻ. ഇത് ഇവിടെ നിന്നിട്ട് സരിതരെ അവിടെ മറ്റേ നീളമുള്ള ഒരു മീനിൻ്റെ കഷ്ണം കണ്ട മീനെ. വണ്ട മീൻ ഓലി, അതിൻ്റെ പീസുകളാണ് കേട്ടോ. കണ്ട ഓലി മീൻ അതെൻ്റെ കൈമിലത്തെ കരി കേട്ടാ. ചട്ടിയെടുത്തപ്പോൾ കരിയൊന്നു. ഇന്നത്തെ വീഡിയോയിലേ, ഇന്ന് നമ്മളിട്ട വീഡിയോയില്ലേ, അതിൽ പറയുന്നത് എൻ്റെ കൊക്കിൻ്റെ നടത്തം ഗംഭീരമായി എന്നാണ് പറയുന്നത്. ചിരിച്ചിട്ട് അന്ന് ബോധല്ലേ. എന്നിട്ടാ ഇതിലെന്തൊരു ചെയ്യാൻ പോണ ഞാൻ കൊള്ളി നന്നാക്കാം. അപ്പൊ നമ്മുടെ ഒരു 1/2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടാ. ഈ മീനില് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഈ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു ലേശം ഒരു സ്പൂണെങ്ങാനും വെളിച്ചെണ്ണ ഇതൊഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കായി തന്നെ. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നു കേട്ടോ. അതേ നാരങ്ങ നീരായാലും മതി. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മളിങ്ങനെ പുരട്ടി വെക്കുന്നു. ഇവിടെ ഇരിക്കട്ടത്. ഓക്കെ. അപ്പം അത് പറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊള്ളിയില്ലേ, ഇത് എങ്ങനെയെടുത്താൽ അറിയില്ല കേട്ടോ. പക്ഷേ കറക്റ്റ് പാകത്തിൻ്റെ ടൈമിലാണ് നമ്മൾ ഈ കൊള്ളി എടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് മൂത്ത് ഇതാവണില്ല. കണ്ടിട്ട് നല്ല കൊള്ളിയും തോന്നുന്നുണ്ട്. സരിതാ, ഇനി പറിക്കാൻ വൈകും തോറും അല്ല, ഇപ്പം പറിക്കുന്ന ടൈമാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ 2 മാസം വരെ നിൽക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കയറും. പിന്നെ ഒന്നിനും കൊള്ളാണ്ടാവും. പിന്നെ കളകൾ തന്നെയുള്ള സാധനമായിരിക്കും. പേടിച്ചാ നീ? ഡാൻസ് കളിക്കുക പുളിയുറുമ്പിൻ്റെ കൈലാസം അവിടെ. പറ്റിയത് ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെ നിന്നാവട്ടെ നിറച്ചു വന്നിട്ട് പുളിയുറുമ്പ് ഒക്കെ മോളിക്ക് കയറി വരുന്നു വെള്ളായപ്പോളേ. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ കടിക്കുന്നുണ്ട്.
തന്നെ ഫുള്ള് കടിക്കുന്നുണ്ട്. ഓ എന്തൊരു ചെയ്യാ? നീ ചവിട്ടി കൂട്ടിക്കോ. നമ്മളെ വെണ്ണ പോലത്തെ കൊള്ളി എടുക്കുന്നുണ്ട്. നമ്മൾ വെണ്ണ പോലത്തെ അറിയില്ല. ഈ കറിയിലേക്ക് ചുമന്നുള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചുമന്നുള്ളി ഇത്തിരി അധികം വേണം. നമ്മുടെ ഉള്ളിയാണ്. ആ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഇതൊക്കെ നന്നായിട്ട് ചതയ്ക്കണം. അരക്കരുത്, നന്നായിട്ട് ചതയ്ക്കണം. ഓ ഇനിയിപ്പോൾ എൻ്റെ ഡ്രസ്സ് മലക്കിയാവും. കൊള്ളിയില്ലേ നമ്മുടെ ജഗുന് ഒരു കഷ്ണം കൊള്ളി വേണം. അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നല്ല മുറുക്കുള്ള കൊള്ളിയാണ് കേട്ടോ. അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിത് എന്താന്ന് വെക്കാൻ തീരുമാനിച്ചതെന്നറിയോ? ഈ കൊള്ളി പറിച്ചിട്ട് ഇതും മീൻ കൂട്ടാനും വെച്ച് ഇതും മീൻ കൂട്ടാനും വെച്ച് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇത് പറിക്കണേലും ഇത് വെക്കുന്നതിലും അർത്ഥമില്ല. കപ്പയും മീൻ കറി ചാളയാണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ ചാളയ്ക്ക് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്, ചാളയ്ക്ക് ടേസ്റ്റ് കുറവാണല്ലോ. വേനൽക്കാലം കടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ചാളയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചാളനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ മീനുകൾ വാങ്ങിച്ചത്. ഇങ്ങനത്തെ മീനുകൾ ആണ് ഇതിനനുയോജ്യം ഇപ്പോൾ, അല്ലേ സരിത? വറ്റ, ഓലി. വറ്റ വാങ്ങിക്കാന്നിട്ടല്ലേ പോയത് ചേട്ടൻ? വറ്റ കഴിഞ്ഞു. നോക്കി നമ്മുടെ ഉള്ളി അരിയുമ്പോൾ ഉള്ളി ചാകിയും വേണ്ട, വെള്ളം നിറയല് നമ്മുടെ ഉള്ളി കയറണം. അങ്ങനെ ജഗ്ഗു ഓരോ സിനിമകളിലൊക്കെ ഇങ്ങനെ ഗുണ്ടകളൊക്കെ കത്തി മുറിച്ച് കൂട്ടായിരിക്കില്ലേ ജാതി ഗൗരവത്തിൽ, അതുപോലെ ജഗ്ഗു ഭയങ്കര ഗൗരവത്തിൽ ഇരുന്നു. ഗൗരവം പോയാ പറഞ്ഞപ്പോൾ? പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ കുതിരട്ടം പപ്പു കത്തി മുറിച്ച് കൂട്ടില്ലേ? ആള് ബാർബറല്ലേ? ജയറാമിനെ പേടിപ്പിക്കാൻ അല്ലേ? അങ്ങനെ കണ്ടല്ലേ? അല്ല, എനിക്കും മഴ പെയ്തത് കൊണ്ടാണോ പുളിയുറുമ്പുകൾ വന്നേ? ഇന്നലെ ഗംഭീര മഴയായിരുന്നു. ഉച്ചരിഞ്ഞ് വിട്ടിട്ട് ഞാൻ മഴയത്ത് ഓടി കളിക്കായിരുന്നു. മഴ 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 നമ്മുടെ വീട്ടിൽ മഴ മഴ മഴ. ചേട്ടാ ചെളിവെള്ളം വരാൻ മോളിൽ സീറ്റിന്ന്. അതെ സീറ്റുമ്മിലത്തെ ചെളിവെള്ളാന്ന് മുഴുവൻ പറയണത് കേക്കണ്ട. ഈ വരുന്ന വെള്ളല്ലേ ഈ വെള്ളം ഇങ്ങനെ വീണത് മോളിത്തെ ഷീറ്റും വന്ന് വീണതാ. ചെളി വെള്ളം വരണേ കൊറേ നാളത്തെ ചെളി. ഇതേ കണ്ട ചെളി ഷീറ്റും വന്ന് വന്ന ചെളിയാ. ഇതെവിടേക്ക് ഓടണ ദൈവമേ? ആവട്ടെ കൂടെ വെള്ളം പോണ്ട. അയ്യോ ഭ്രാന്തായ ദൈവമേ. മഴ ചാർലി മഴയത്ത് അതവിടെ എടുക്കാൻ നടന്നുള്ളൂ. ഇതിങ്ങനെ ആക്കിട്ടാ ഉള്ളിനെ. ഇനി കുറച്ച് വെളുത്തുള്ളി. അയ്യോ എൻ്റെ പുറത്തു കൂടെ ഇരിക്കണു പുളിയുറുമ്പ്. എവിടെയെന്ന് പറഞ്ഞാൽ അമർത്തി തരാം. ഉള്ളിൽ അവിടെ നിന്ന് അമർത്തി തേച്ച് കൊടുക്കണേ. അതെനിക്ക് പുറത്തേക്ക് കയ്യെത്തണ്ടേ. വെളുത്തുള്ളി ചതയ്ക്കുന്നു. അത്രയ്ക്ക് മൂർച്ച വേണം. ഭയങ്കര മൂർച്ചയാണല്ലോ. ഒന്നുമില്ല. ഇഞ്ചി ഇഞ്ചി നമ്മുടെ ഇഞ്ചിനേട്ടാ, കുഞ്ഞിഞ്ചി, ചള്ളിഞ്ചി. ചള്ളൊന്നല്ല, പക്ഷെ വലിപ്പമില്ലാന്ന് മാത്രം. വലിപ്പല്ലേ? പക്ഷെ നല്ല മണം ഉണ്ടാവും ചേട്ടാ. നമ്മുടെ വീട്ടിലുണ്ടാവണ വലിപ്പം കുറഞ്ഞാലേ ഇഞ്ചിന് ശാഖിലിടണം. രണ്ടടുപ്പ് കത്തിച്ചോ.
നമുക്ക് ഒരെണ്ണത്തിൽ കൊള്ളി കൂട്ടാൻ വയ്ക്കാം, അല്ല കൊള്ളി വയ്ക്കാം, ഒരെണ്ണത്തിൽ മീൻ കൂട്ടാൻ വയ്ക്കാം. അല്ലല്ല, രണ്ടടുപ്പും എനിക്ക് വേണം. നിനക്ക് തന്നെ രണ്ടടുപ്പും വേണം എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊള്ളി വെച്ചാൽ മതിയാ? ആ മതി. കൊള്ളി പെട്ടെന്നാവില്ല ചേട്ടാ, ഇതൊരൊറ്റ തിളക്കി ആവും. ചതച്ചു എല്ലാം കൂടി 3 ഐറ്റംസ്. അങ്ങനെ കൊള്ളി നന്നാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തീ കത്തിക്കാം. രണ്ടടുപ്പ് സരിതിക്ക് വേണമെന്നാണ് പറഞ്ഞു പോണത്. ഫസ്റ്റ് തന്നെ തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടാ. ഇതിൽ പ്രത്യേകതയൊന്നുമില്ല ചേട്ടാ, ചേട്ടാ വെറുതെ പറഞ്ഞതാ പ്രത്യേകതയുള്ള മീൻ കൂട്ടാനാണ്. ഇതിലെന്തൊരു പ്രത്യേകത ചേട്ടാ? പ്രത്യേകത നമ്മൾ ഓരോന്ന് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവില്ല, അപ്പോൾ ഒരു നേരി വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഞാൻ കൊള്ളിക്കുള്ള തീ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഉലുവ, കുറച്ച് ഉലുവ ഇട്ടു. കടുക് പൊട്ടിക്കില്ല കേട്ടോ. ഇത് അടുക്കളയിലാണ് ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ചെയ്യുന്നറിയോ? ഉരുളിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുടപ്പുളി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പുറത്ത്. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അങ്ങനെ ഈ വക സാധനങ്ങൾ വഴറ്റിലൊക്കെ ചെയ്യും. അപ്പോഴേക്കും ഇതായി വരുമ്പോഴത്തേക്കും അതിലത്തെ കുടപ്പുളിയിലത്തെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ മസാലയൊക്കെ ആയ സാധനം ഇത് ചേർക്കണതിൻ്റെ അപ്പം മീനും ചേർക്കും. അപ്പോൾ പെട്ടെന്ന് മീൻ കൂട്ടാൻ റെഡിയാവും. അല്ലെങ്കിൽ ഇതെല്ലാതാക്കിയിട്ട് പിന്നെ നമ്മൾ കുടപ്പുളിയിലത്തെ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ സമയം നിൽക്കണമല്ലോ. ഇതിപ്പോൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ 2 പാത്രത്തുമ്മ കരിയാവും, 2 അടുപ്പും വരും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യണം. നമ്മുടെ കൊള്ളി അടുപ്പത്ത് വയ്ക്കുന്നു. ഇതിലേക്ക് ഇതേ സാധനം ഇട്ടു കേട്ടോ. ഉലുവ മൂത്തപ്പഴേ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചിട്ടു. പച്ചമുളക് കീറിയതിടുന്നു. വാട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് വാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്ത് കൊള്ളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. പാത്രം ചെറുതായി തരുത്. ഇതിലേക്ക് ഉപ്പിടുന്നു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു, ഒന്ന് ഇളക്കുന്നു. ഇത് ചെറിയ പാത്രം അല്ലേ? ഇപ്പോഴാണ് മനസ്സിലായതല്ലേ ചെറിയ പാത്രം. ഇത് വെക്കണ സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇത്രയ്ക്ക് മതിയില്ലേ? മൂടി വയ്ക്കും. വേപ്പിലിട്ടു, മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ മറ്റേൽ പരത്തി വെച്ചിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി കുറച്ച് ഇളക്കിക്കോ. നല്ല കളർ വരും. മഞ്ഞൾപ്പൊടി, സാധാരണ മീൻ കൂട്ടാൻ തന്നെ വെക്കാറുള്ള മീൻ കൂട്ടാൻ തന്നെ. എനിക്കിഷ്ടമില്ലല്ലോ, അടിയെ പിടിക്കുന്നുണ്ടത് ഇവിടുത്തെ ഈ ഇഞ്ചി വെളുത്തുള്ളിക്ക്. ഞാനത് കാരണം ഈ വഴറ്റിൽ എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുള്ളൂ. ഇതിൽ പരമാവധി ചെയ്യാറില്ല. ഉപ്പിട്ടിട്ടില്ല. ഇതിലേക്ക് നമ്മുടെ 2 തക്കാളി പേസ്റ്റ് അടിച്ചത് അത് അറിയാം എനിക്ക് വിട്ടുപോരും. തക്കാളി പേസ്റ്റ് ഒഴിക്കുന്നതോടുകൂടി ഈ അടിയിൽ പിടിച്ചതൊക്കെ പോരും. ഉപ്പിട്ടു. മീനിൽ നീ ഉപ്പ് പറ്റി വെച്ചിട്ടില്ലല്ലേ? അതുകൊണ്ട് കുറച്ചിട്ട് ഇതിപ്പോൾ നന്നായി ആയി വന്നു കേട്ടാ. അപ്പോൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ എല്ലാം ചേർത്ത് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് സമയം ഈ ഗ്രേവിയിൽ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇത് തിളച്ചത് ആയി വരുമ്പോൾ പകത്ത വയ്ക്കണമെന്ന് വെച്ചെങ്കിൽ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത്. കാരണം മറ്റേ അടുപ്പത്തിൽ കിടന്നിട്ട് അത് തിളച്ച് പുളി ഇറങ്ങിയിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് പെട്ടെന്ന് കറിയാവും ചെയ്യും. നമ്മുടെ അപാരമായ ഓലിക്കൂട്ടാൻ കലക്കനായിട്ട് ഇത് തിളച്ച് എന്തൊരു ഭംഗിയില്ല. ഇതിൻ്റെ കളറിനെ കണ്ടതൊക്കെ കൊതിയാവും. അത് ഞാൻ കയ്യിലിട്ട് ഇളക്കണ്ടല്ലോ സരിത? കണ്ടാ എനിക്കിത് കാണുമ്പോഴേ അല്ല നമ്മുടെ
സംവിധായകൻ സിദ്ദിഖില്ലേ, സിദ്ദിഖ് ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ അറിയും? മീൻ കൂട്ടാനും പുട്ട്. അതാ കിട്ടിയ 3 നേരം കിട്ടി കഴിഞ്ഞാൽ ഒരു ഭാര്യയിൽ വായിച്ചിട്ടുണ്ടാ 3 നേരം കിട്ടിയ അതാണ് ഏറ്റവും ഇഷ്ടം. അറിയില്ല കേട്ടാ, ഇപ്പൊ പത്രക്കാര് പൊലിപ്പിച്ചിരിക്കുന്നറിയില്ല. പിന്നെ അവര് പത്രക്കാർക്ക് മതിയില്ല കൊള്ളി ഇത് കറക്റ്റ് വേവാവും തോണ്ടിട്ടാ ഉടയും. നോക്കിയേ കേട്ടാ, ഇതിന് കറക്റ്റ് പാകത്തിന് കൊള്ളി പറിച്ചു കഴിഞ്ഞിട്ടുള്ള അത്ഭുതം. അത് നോക്കിക്കേ, മതിയില്ലേ? ഉടയും. മതി, തീ ഓഫ് ചെയ്യാം. വല്ലാണ്ടാവണ്ടല്ലോ, ഉപ്പ് ഉടയ്ക്കണം. അത് നോക്കണം. മതിയില്ലേ? കറക്റ്റ് അല്ലേ? വെന്തിട്ടില്ലേ? അപ്പം നമുക്കിത് ഇറക്കിയിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റി കളയാം. തീ ഇപ്പഴ കത്തിപ്പിടിഞ്ഞ് എത്ര നേരം കത്തുണ്ടായിരുന്നില്ല, തിളച്ചു. അപ്പോൾ തീ കത്തി. ഞാൻ വെള്ളം ഊറ്റി കളയാം. ഇന്ന് പൊതുവെ നമുക്കൊരു ജീവൻ കുറവുണ്ട് കേട്ടോ. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണോ? നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇത് വെള്ളം കളയിട്ടാ. ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ടാ? അതിന് ചവിട്ടുപിടി ഇരിക്കാനേ മറ്റേ കൈക്കപ്പിടി തുണി എടുത്ത ചവിട്ടുപിടി എടുക്കാൻ ഒന്നും തോന്നുന്നില്ല കേട്ടിട്ട്. ഇത് വെള്ളം ഊറ്റി കളയാം. കൊള്ളിയിലൊരു കട്ടുണ്ടാവില്ല. അയ്യോ, അടുത്ത പുല്ലൊക്കെ കരിയും. വേഗം വെള്ളം ഒഴിക്കി, തണുത്ത വെള്ളം അല്ല ഡ്രൈവറല്ല, മറ്റേ പാത്രത്തിലെ വെള്ളത്തിൽ ഒഴിക്കുന്നത്, പാത്രത്തിൽ ഒഴിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചേ, അപ്പോൾ കുഴപ്പമില്ല. കൊള്ളിയിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞു. നീ എന്താ ചെയ്യണ്ടേ? അത് ഉടക്കിട്ടെ. നമ്മൾ കൊള്ളി അടിപൊളി കൊള്ളി കേട്ടോ സാർ. നന്നായി ഉടക്കണേ. ഉടച്ചിട്ട് അല്ലേ അതിങ്ങനെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ്. ഇത് ഉടയും തന്നെ, കണ്ട. ഒരു പാത്രം വെച്ചുട്ടാ അടുപ്പത്ത്. ഇത് തന്നെ ഉടയും. തന്നെ ഉടയോ? അത് തന്നെ ഉടയാ? അല്ല, ഇതിങ്ങനെ ആക്കുമ്പോഴാണ് ഉടയുന്നു. ഉടഞ്ഞോട്ടെ. അപ്പൊ സൂപ്പർ കൊള്ളിയാണ് നമ്മുടെ. അത് കുറച്ച് കൊള്ളി വറച്ചതും കുറച്ച് ചീരയും കൊണ്ട് വീട്ടിലേക്ക് പോകണം. ഇനി ചീര ഇല്ലാണ്ട് വീട്ടിൽ ചെന്ന് അമ്മ എന്നെ തല്ലി കൊല്ലും. ചീര ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറച്ചിലുള്ളൂ, കൊടുക്കില്ലേ കൊണ്ട്. മതിയില്ലേ? ഇങ്ങനെ ഉടച്ചാൽ മതി. ഇത്ര മതി ഉടച്ച് മതിയാ? നീ തന്നെ ഇളക്കും പൊടിയും. ഉപ്പ് കഴിഞ്ഞിട്ട് കറക്റ്റ് ഉപ്പ് ഉപ്പ് പോരയില്ല. ചേട്ടൻ നോക്കിക്കഴിഞ്ഞ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാ. കൊള്ളിയിലേക്ക് മതി. അടിപൊളി കൊള്ളിയാണ്. മീൻ കൂട്ടാൽ ഇത്തിരി ഉപ്പ് വേണ്ടി വരും. കൊള്ളിക്ക് ഉപ്പ് വേണ്ട അടച്ചല്ല, കൊള്ളിയിലേക്കല്ല മീൻ കറിയിൽ. രണ്ടും അതിൻ്റെ പാരമ്യത്തിൽ ശരിയാവണ വരെ പറയും. പാരമ്യത്തിലെത്തിരിക്കുകയാണ്. അങ്ങനെയാണ്, പാരമ്യത്തിലെത്തിരിക്കുകയാണ് മീൻ കൂട്ടാൻ. അതിന്റെ പീക്ക് ലെവലിലെത്തി, അങ്ങനെ പറഞ്ഞാൽ മതി. മലയാളം പറയാനൊന്നും അറിയില്ല. നമ്മളേ ഇന്നലത്തെ മഴ പെയ്ത കാരണം കൊണ്ട് മൊത്തത്തിൽ അന്തരീക്ഷം ഒരു തണുപ്പം മട്ടാണ്. അതേപോലെ തന്നെ നമ്മളൊരു തണുപ്പം മട്ടാണ്. നമുക്ക് ഉഷാർ കൂടല്ലേ വേണ്ടേ? ചൂടില്ലല്ലോ. ചൂട് ആവുമ്പോ നമുക്ക് തളർച്ച വരില്ലേ? തളർച്ച ക്ഷീണോ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മഴ തുടങ്ങും തോന്നുന്നുണ്ട്. പുല്ലിനും എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും ഒരു ഉഷാറായി മഴ പെയ്തോടുകൂടി. മഴയായിരുന്നേ, മഴക്കാരൻ്റെ ലക്ഷണം തുടങ്ങിയിട്ട്. നമ്മുടെ കടുക് ചൂടായി, അല്ല വെളിച്ചെണ്ണ ചൂടായി. നമ്മളായിരിക്കും കടുക് ഇടണം. കുറച്ച് കടുക് ഇട്ടിട്ടുള്ളൂട്ടാ. എനിക്ക് കടുക് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ കുറച്ചിട്ടത്. ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. പച്ചമുളക് ഇട് വേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചോ. അങ്ങനെ നമ്മുടെ കപ്പയിലേക്ക് ഒഴുക്കി സമാധാനമായിട്ട് ഒഴുകി. മൂടി വെച്ചോ. അയ്യോ, കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ച് മൂടി വെച്ചിട്ട് ഇളക്കിയാൽ മതിയായിരുന്നു ചേട്ടാ. അതാണ് രീതി. ഈ സമയം മീൻ കൂട്ട ഇറക്കി വെക്കുകയാണ് കേട്ടാ. നമ്മള് ഇതിപ്പോൾ പുളി ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. പുളി കുറച്ച് കഴിയുമ്പോൾ അതിലത്തെ പുളി മാറ്റി വെച്ചില്ലെങ്കിൽ രാത്രി വൈകുന്നേരം ആവുമ്പോഴേക്കും ഭയങ്കര പുളിയാവും.
ഉലുവപ്പൊടി ഒരു 2 നുള്ളു ലേശം ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അയ്യോ മൂടിയില്ലേ കിണ്ണം കഴുകിയിട്ട് വരാട്ടാ. കോഴികളെ മുട്ടയിടും. ഇതുണ്ടെന്നറിയോ ഭയങ്കര ശല്യ കോഴികളുണ്ട്. മുട്ടയിട്ടിട്ട് ഒരു കൊക്കൽ കൊക്കും എന്ന് പറഞ്ഞ് 2 കൊക്കൽ കൊക്കി കഴിയുമ്പോൾ എല്ലാ കോഴികളും ചുറ്റും വന്ന് ഈ കോഴിമുട്ട ഇങ്ങനെ നിൽക്കും. നിന്നിട്ട് ആരാണ് ആദ്യം കൊത്തുന്നതെന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരാൾ അപ്രതീക്ഷിതമായിട്ട് കൊത്ത കൊടുക്കും വെറുതെ തമാശക്ക്. ആ കൊത്തല് ഈ മുട്ട പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മുട്ടയുടെ അഡ്രസ്സ് ഉണ്ടാവില്ല. പൊട്ടിയില്ലെങ്കിൽ അവിടെ കെടുക്കും മുട്ട. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ കോഴിമുട്ട എത്ര കോഴിമുട്ട അവരെ കൊത്തി തിന്നണമെന്ന് അറിയോ? നമ്മൾ ഈ കണ്ട ഈ കാബേജിൻ്റെ അല്ലയും കോളിഫ്ലവറിൻ്റെ അല്ലയും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കാൻ ഇവരുടെ മുട്ട കൊത്തി കുടിക്കില്ല. നമ്മൾ ജൈവ പോലത്തെ മുട്ട കിട്ടാനായിട്ട് നോക്കുക. വേണ്ട ഒരു കോളിഫ്ലവറിൻ്റെ ഇട്ട് കൊടുത്തതാ ഇതേ കാലത്ത് കടാ തണ്ട് മുഴുവൻ കഴിഞ്ഞു. ഇപ്പം ഭാഗ്യം ഈ മുട്ട കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറേ എണ്ണം പൊട്ടി നോക്കിക്കോട്ടെ. കണ്ടാ കിട്ടി, ഭാഗ്യം കിട്ടി. ഇന്ന് കാലത്ത് കിട്ടിയിട്ടുള്ള 5 കോഴിമുട്ട 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ട ഞാൻ ഇവിടെ വെച്ചതാ 5 എണ്ണമല്ല 6 എണ്ണം കാലത്ത്. അങ്ങനെ ഈ കോഴിമുട്ട കിട്ടി 6 എണ്ണം കിട്ടി. ഭാഗ്യ ചില സമയത്ത് ഒരു ദിവസം 10-12 കോഴിമുട്ട അവരെന്നെ കൊത്തി കുടിക്കും. ഏത് കോഴിയാണ് മുട്ട കൊത്തി പൊട്ടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. കുറേ കല്ലുകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു, കാര്യമൊന്നുമില്ല. കല്ലുകൾ ഇട്ട് കൊടുത്തിട്ട് അവിടേക്ക് എടുത്തേക്കിട്ട നമ്മുടെ കൊള്ളി സെറ്റായിട്ടാ നോക്കിയ മീൻ്റെ കൂട്ടാൻ എന്താ തുറക്കണം. ഇടാൻ പറ്റേ കാണിക്കണ്ടേ കണ്ട മീൻ കൂട്ടാൻ. ഇത് ശരിക്കും നാളത്തേക്ക് എടുക്കണ്ടല്ലേ സെറ്റ് നാളത്തേക്ക് എടുക്കാം. കൊള്ളി ഒരു ആമ്പോ ഈ കൊള്ളി ഇടിക്കൊള്ളിയാ എന്താ പറയാ ഇങ്ങനെ ചതച്ചേനെ ഇടിക്കൊള്ളി എന്ന് പറയാ. അതിലേക്ക് കൂട്ടാനൊഴികെ ജഗുവനം കണ്ടിക്കടാ. ഒഴിക്കട്ടെ മീന് ഒഴിച്ചോ ഒഴിക്കണു. ചാറൊഴിക്കി ചേട്ടാ. ജഗോ നോക്കിയാ അതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയാ മീൻ കൂട്ടാനില്. ഉപ്പ് നീ നോക്കിയതല്ലേ. ആ ചേട്ടൻ കഴിച്ചോ. കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആൾ ആദ്യം കഴിക്കണം. എനിക്ക് മീൻ കഷ്ണം വേണ്ട, ചാറ് മാത്രം മതി. കഴിയില്ലപ്പോ കഷ്ണം എടുക്കാം. അല്ല നിങ്ങളുടെ ഞാൻ അഴിച്ചോളാം. ഞാൻ ആദ്യം കൊള്ളി കഴിച്ചോട്ടെ. കഴിച്ചു വെറുതെ കഴിക്കാൻ എന്തു രസാലേ കൊള്ളി. അതാണ് നമ്മുടെ കൊള്ളിയിലേ ജഗോ സ്വർഗം. എന്തേ കാണാൻ പറ്റില്ലെന്ന് സൂപ്പറാണ് കേട്ടാ. വായ പുള്ളിയാ. സ്പൂണും തരൂ. സരിക്കനെ കൊതിയായിട്ട് വയ്യ. എനിക്ക് കൊള്ളി തന്നെ കഴിക്കാൻ നല്ല ഇഷ്ടമായി. ഇനി മീൻ ചാറ് കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടാ. ഞാൻ കഴിക്കട്ടാ. എന്നിട്ട് തോന്നണേ ചേട്ടനാണ് ഇത് ഏറ്റവും ഇഷ്ടം. ചേട്ടൻ മറ്റേ അക്കാദമിയിൽ ഇറ്റ്ഫോക്കിന് പോയപ്പോഴായാലും അവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചതോടൊപ്പം ഇത് തന്നെയായിരുന്നു. ഈ കൊള്ളി ഇങ്ങനെ ആക്കിയതും മീൻ കറിയും അല്ലേ. നമുക്കിതിൻ്റെ തന്നെ ഒരു തട്ടുകട തുടങ്ങിയാലോ. കൊള്ളി ഇങ്ങനെ ആക്കി വയ്ക്കുക. നമ്മുടെ വീട്ടിൽ കൊള്ളി നമുക്ക് ഇഷ്ടം പോലെ കൃഷി ചെയ്യാം. നമ്മുടെ വീട്ടിൽ കൊള്ളി പറിക്കാം. അത് ഉണ്ടാവില്ല അല്ലേ എല്ലാ ദിവസം കൊടുക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാവില്ല. നല്ല കൊള്ളി കൃഷി ചെയ്യണ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും, കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട്. അത് വയ്ക്കാം. പിന്നെ അതുപോലെ ബീഫ് കറിയും ഇതും നല്ല രസം ഉണ്ടാവൂട്ടാ. പോർക്കും രസം ഉണ്ടാവൂട്ടാ. കുറച്ച് സബോള
ഇത് തകർപ്പൻ. ഞങ്ങൾ നിങ്ങളോട് ചേട്ടന് മഴ പെയ്ത കാരണം കൊണ്ട് ഉഷാറില്ലാണ്ടിരിക്കുകയായിരുന്നു. ആ ഉഷാർ തിരിച്ചു വന്നു. അതല്ല ഞാനേ ഇത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണമെന്ന് പറയാനില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊള്ളി നമ്മുടെ വീട്ടിലല്ലേ കിട്ടുള്ളൂ. അല്ല വാങ്ങിക്കുന്ന കൊള്ളിക്ക് ടേസ്റ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ ഈ ഉള്ളി നമ്മുടെ വീട്ടിലത് ഉള്ളിയാണ്. ഒഴിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. ചാറ് ഇഷ്ടായ വാങ്ങിക്കുന്ന കൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ എന്തായാലും ആട്ടെ ജഗുവിന് മീൻ കൂട്ടാൻ്റെ ചാറ് ഇഷ്ടപ്പെട്ടു. ചിലപ്പോഴേ കയ്പുണ്ടാവും ചെറിയതായിട്ട്, അതിന് വേരുണ്ടാവാം. ഇത് നമ്മൾ പറിച്ച വഴിക്ക് കൊണ്ടുവന്ന് വെക്കരുതരുത്. അതാണ് ഇത്ര ടേസ്റ്റ്. കൊള്ളിയിൽ നീര് പോലും പറ്റിയിട്ടില്ല പറിച്ചിട്ടേ, മണ്ണിൽ നിന്ന് പൊന്തിയിട്ട് ഒന്നും ആയിട്ടില്ല. അതാണ് പിന്നത്തെ ഉച്ചഭക്ഷണം ഇതാണല്ലേ. ചോറിനല്ലേ ചോറ് മീൻ കൂട്ടാൻ ഒരു 4 മണിയാകുമ്പോ പതുക്കെ ചേട്ടൻ വരും അടുക്കളയിലേക്ക്. അപ്പം നമുക്ക് നിർത്താട്ടാ. ഞാനത് കഴിക്കട്ടെ. ഭയങ്കര രസമാണ്. വെറുതെ അന്ന് ഒരു ചൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അതൊരു വീഡിയോ കേട്ടോ. അപ്പം നാളെ നമുക്ക് ഉഷാറായിട്ട് വീണ്ടും വരാട്ടാ. അപ്പം അതുവരെയും എല്ലാ വീഡിയോയിലും കുറെ തമാശയാകുമ്പോൾ രസമില്ല അല്ലേ. ചില വീഡിയോകൾ ഇങ്ങനെ ആവട്ടെ അല്ലേ. അല്ല ഇന്നിപ്പം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് ഒരു ഇതുകളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം.